कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते ഭാഗ്യലക്ഷ്മി കോവിലുക്ക് പോറதுக்கு നേരമാച്ചി പൂജാ സാമാനങ്ങളെല്ലാം എടുത്തു വെച്ചാച്ചാ ശരി ശരി നിർമ്മാണം കഴിഞ്ഞാൽ ഉടനെ ക്ഷീരധാര തുടങ്ങണം നീ പാലുമായി വേഗം വന്നോളൂ അയ്യോ പശുവിനെ കറക്കാൻ മണിയൻ ഇതുവരെ വന്നില്ലല്ലോ അല്ല ചേച്ചിയെ കാലത്തെ കതർ സാരി കൊടുത്ത് ചെത്തി എങ്ങോട്ടാ? ഇന്ന് പാർട്ടിയുടെ മകളാ വിഭാഗത്തിന്റെ കൺവെൻഷനാ. ഓ പോകുന്നതൊക്കെ കൊള്ളാം. ഒരു തന്തൂരി ചിക്കനായിട്ട് ഇങ്ങോട്ട് തിരികെ വരരുത്. ഏരമണിയാ ദേന്റെ വായിന്നൊന്നും കേക്കണ്ട. ഇതാര്? ഭാഗ്യലക്ഷ്മിയാ? കേട്ടൂല്ലേ? 4-5 കൊല്ലം മുമ്പ് പാല് കച്ചവടം നടത്തിയപ്പോ പാലിച്ചിരി കൊഴുപ്പ് കൂടാൻ വേണ്ടി ഇരക്കിഴിയിട്ടത് നേരാ. നാട്ടുകാര് പൊതിരെ തള്ളിയപ്പോ പാല് കച്ചവടമേ നിർത്തി കറവയിൽ ഒതുങ്ങി. എന്നിട്ടിപ്പോഴും എരമണിയൻ എന്ന പേര് ബാക്കി. കയ്യിലിരിപ്പോണ്ട് കിട്ടിയതല്ലേ? കിടക്കട്ടെ വാ. എന്നാ കിടക്കട്ടെ. ഒന്ന് അടങ്ങി നിൽക്ക് പശുവേ. അല്ലെങ്കിൽ ഈ ചവിട്ടും ചാട്ടവും ഒക്കെ പെൺവർഗത്തിന് പറഞ്ഞിട്ടുള്ളതാ. അല്ല ഒന്നിന്റെ അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ. അകത്താരും ഇല്ലേ? ഇന്ന് ആയില്ലല്ലേ? മാമി മക്കളെയും മരുമക്കളെയും കൊണ്ട് നാഗക്കാവിൽ ഉരുളി അമിത്താൻ പോയി. മൂത്ത് നിറച്ച ശേഷം മക്കളെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചിട്ടേ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കരഞ്ഞാൽ ആര് കേൾക്കാനാ? ഉരുളിയല്ല, ഇനി അണ്ടാവ് കമഴ്ത്തിയാലും ഇവിടത്തെ സ്വാമിമാരുടെ ഭാര്യമാര് പ്രസവിക്കാൻ പോണില്ല. അവർക്ക് വേണ്ടി ഉരുളി കമഴ്ത്താതെ ഇനി കെട്ടാതെ നിൽക്കുന്ന 2 കാളന്മാരെയും പിടിച്ച് കെട്ടിക്കാൻ മാമിയോട് പറ. അനന്തരാമണ്ണനെ കല്യാണം കഴിക്കണമെന്നുണ്ട്. പക്ഷേ ആലോചന മുഴുവനും അനിയനായ കല്യാണകൃഷ്ണണ്ണനാ വരുന്നത്. അയാൾക്കാണെങ്കിൽ കല്യാണമേ വേണ്ടെന്നാ. നിത്യബ്രഹ്മചാരിയാകാനാ തീരുമാനം. അയ്യേ, ആ കഴുത അനന്തരാമൻ ആലോചിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അല്ലെങ്കിൽ തന്നെ അവൻ ആര് പെണ്ണു കൊടുക്കാനാ? കല്യാണകൃഷ്ണൻ അങ്ങനെയല്ലല്ലോ. നല്ല പഠിപ്പ്, തൃശ്ശൂര്, ബാങ്കില് ഉദ്യോഗം, എന്നെ പോലെ സുന്ദരൻ. എന്നാ അഴക്. ആ പിന്നെ കല്യാണകൃഷ്ണണ്ണന് പാലക്കാട്ടിൽ നിന്ന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ആൾക്കാർ ഇന്നെത്തും. അല്ല, നമ്മളിങ്ങനെ വല്ലവന്റെയും കല്യാണക്കാര്യം പറഞ്ഞു കിടന്നാൽ ഒടുവിൽ നമ്മൾ കുട്ടകം കമഴ്ത്തേണ്ടി വരും. മനസ്സിലായില്ല? അത് ഭാഗ്യലക്ഷ്മിക്കും സന്തതികൾ ഉണ്ടാവാനുള്ള പ്രായമായി എന്ന് പറയായിരുന്നു. എന്നോട് കൊഞ്ചാനും കൊഴയാനും നിൽക്കണ്ട. ക്ഷീരധാരയ്ക്ക് സമയമായി. പാലെടുക്ക്, എനിക്ക് അമ്പലത്തിൽ പോണം. പശുവേ, എന്റെ മനസ്സിലിരിപ്പ് നീയെങ്കിലും ഒന്ന് അവളോട് പറ. അതേ സ്വഭാവം തന്നെ നിനക്കും. മഠത്തിലൊരു കുഞ്ഞിക്കാല് കാണാൻ കൊതിയാവുന്നു. പൂർവജന്മ പാവങ്ങളൊക്കെ പുറത്ത് അനുഗ്രഹിക്കണേ നാഗക്കാവിലമ്മേ. കല്യാണകൃഷ്ണന് കല്യാണം ഒന്നും ആയില്ലേ? അവനുക്ക് കല്യാണമേ വേണ്ടാന്ന് ചൊല്ലാൻ ഞാൻ എന്നാ ചെയ്വേൻ? എല്ലാം ഞാൻ തലയിൽ എഴുത്ത്. അനന്തരാമൻ ഇവിടെ ഇല്ലേ? കല്യാണകൃഷ്ണന് പാലക്കാട്ടുനിന്ന് ഒരു ആലോചനയുമായി ഒരാളിന്നെത്തും. അയാളെ മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അവനെ ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു. ആ ലെയിൻ സാറിന്റെ കള്ള ഹെമാറിനെ തിരക്കാണ് നമ്മൾ നടക്കുന്നത്. കൂടി ഈ വയ്ക്കോ. ഇതെങ്ങനെ ഇവിടെ എത്തി? ഒരുപാട് പൈസ ഓട്ടോറിക്ഷ കൊടുത്തിയാൽ ഇനി ഓടുന്നല്ലേ? ഇനി നിന്നിട്ടില്ലെങ്കിൽ എന്നെ കാർ എടുത്ത് വന്ന് പിടിക്കും. അന്നത്തെ നമ്മൾ നടക്കുമ്പോ നീ നമ്മളെ വെട്ടി ചോടല്ലേ? ഈ ഓടി വിളിച്ചതല്ല, പിന്നെ നമ്മൾ തമ്മിലുള്ള പ്രശ്നം നാട്ടുകാരറിയണ്ടെന്ന് കരുതി ഒന്ന് മാറി നിന്നതല്ലേ? അതെ, ഒന്നുകിൽ എന്റെ മരം കിട്ടണം, അല്ലെ എനിക്ക് പൈസ കിട്ടണം. മഠത്തിലുള്ളവർ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ മരം വെട്ടിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് താൻ വന്നോ? ഇല്ലല്ലോ. ഇനിയിപ്പൊ എങ്ങനെ മുറിക്കാനാ? അണ്ണന്മാരറിഞ്ഞ എന്നെ വട്ടപാളിന് മുറിക്കും. എന്നാൽ എന്റെ വാങ്ങിയ പൈസ തിരിച്ചുകൊണ്ടടാ. ഉറുപ്പ് 1 2 അല്ല 10,000 എണ്ണി വാങ്ങിയേ. ഇനി ഈ ബാലുശ്ശേരി ബഷീറിനെ പറ്റിക്കാൻ നോക്കണ്ട. എന്റെ ബാലുശ്ശേരിക്ക കുറച്ച് ദിവസം കൂടി അവധി തരണം. പൈസ ഞാൻ എങ്ങനെയെങ്കിലും തിരിയെത്താം. ഇനിയോ? ഇനി എന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഇനി എന്റെ മരത്തിൽ കയറി കുത്തിരുന്നാലോ എന്ന് ആലോചിക്കാൻ ഞാൻ.
അയ്യോ ചതിക്കല്ലേ, അങ്ങോട്ട് വന്ന വേറെ പ്രശ്നമുണ്ട്, എന്നെ രക്ഷിക്കണം. വാങ്ങിയ പൈസ കൊണ്ടുകൊണ്ടാ അല്ലെങ്കിൽ മരത്തിൽ കയറി ഞാൻ കുത്തിരിക്കും. എല്ലാരും മരത്തിലോട്ട് വരട്ടെ. വരുമ്പോ ഒരു റീത്ത് കൂടെ കൊണ്ടുവരണം. എന്തിനാ എന്റെ ഉമ്മാന്റെ നെഞ്ചത്ത് വെക്കാനാ? എന്റെ ഉമ്മാന്റെ നെഞ്ചത്ത് വെക്കാനല്ല, ഇവന്റെ അമ്മയുടെ നെഞ്ചത്ത് വെക്കാനാ. ഇവന്റെ അമ്മ ഇപ്പൊ ചത്തുപോയിട്ടാണ്. അപ്പൊ ഞാൻ വന്നത് നന്നായി. ഇവന്റെ ഉമ്മാന്റെ മയ്യത്ത് കാണാനുള്ള ഭാഗ്യെങ്കിലും നമുക്കുണ്ടായല്ലോ. ഞാനും വരാം. ഈ മാനസികാവസ്ഥയെ അവനെ വിഷമിപ്പിക്കരുത്. അന്യാധികാര മഠത്തിൽ കേട്ടില്ല. ചത്ത് എടുക്കുമ്പോഴാണ് ജാതി മധു. ചത്തവർക്ക് കുഴപ്പമില്ല, ജീവിച്ചിരിക്കുന്നത് കേട്ടാ വിടുവോ? ശരി ശരി, നീ മഠത്തിലേക്ക് പോയിക്കോ, വിഷമിക്കണ്ട. എന്റെ ഉമ്മന്റെ അടിയന്തരത്തുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ നോക്ക്. ഞമ്മളെ വയസ്സ് 1, 2, 3 ആഴ്ച കഴിഞ്ഞിട്ട് തന്നാ മതി. പണമല്ല മോനെ വലുത്, സ്നേഹാണ് വലുത്. നിക്ക്, എന്റെ അടുത്ത് അത്യാവശ്യ കാര്യങ്ങൾ നടത്താനുള്ള പൈസ ഉണ്ടോ മോനെ? ഇല്ല, നമ്മളെ അടുത്തും ഇല്ല. എന്തോന്നും ചോദിച്ചത്? പോയി വയ്യത്തടക്കണ പന്നി. മണിയാ, അയ്യോ, ഓ രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞാണ്ട കഴുത രക്ഷപ്പെടുന്നത്. ഞാൻ പേടിച്ചു പോയി. ചില സാഹചര്യത്തിലെ അമ്മയും അമ്മായിയൊക്കെ മരിച്ചുപോയെന്ന് പറയേണ്ടി വരും. ഇവിടെ ചിതാഭസ്മം പ്രദർശിപ്പിച്ച് ഓരോരുത്തർ അധികാരത്തിൽ കയറുന്നു. പിന്നെ ഇത് നീ മഠത്തിലോട്ടിയല്ലേ? ഞാനിങ്ങോട്ട് വരുമ്പോ മഠത്തിലേക്കുള്ള വഴിതിരക്ക് ഒരുത്തം പോകുന്നത് കണ്ടു. കല്യാണകൃഷ്ണന് കല്യാണാലോചനയെ വന്ന ആളാകാനാണ് വഴി. അയ്യോ, അയാളെ കാണാനാ ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തുന്നത്. പിന്നെ അങ്ങോട്ട് ചെല്ലേ. വരാൻ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ ഞാൻ അവിടെ നിന്ന് കാണുന്നു. ശംഭു മഹാദേവൻ സ്വാമി ഇല്ലേ? ഇല്ല, കോയിലേക്ക് പോയിരിക്കാം. ശീഘ്രം വരും. ഞാനൊരു കാര്യം സംസാരിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. നമസ്കാരം. വാങ്ങോ വാങ്ങോ, അകത്തിന് സംസാരിക്കാം. വാ. കാര്യങ്ങളൊക്കെ വ്യക്തമായി സംസാരിച്ച് ഇന്ന് തീരുമാനിക്കാമെന്ന് സ്വാമി പറഞ്ഞിരുന്നു. തീരുമാനിക്കാൻ ഒന്നുമില്ല, കാര്യം നടക്കാതെ. വല്യ സ്വാമിയോട് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതാണല്ലോ. വല്യണ്ണൻ അപ്പടിയെല്ലാം ചൊല്ലും. അതിന് കല്യാണക്കിട്ടം സമ്മതിക്കണ്ടേ? എന്റെ കല്യാണം നടക്കാതെ തമ്പി സമ്മതിക്ക മാട്ടെ. നിങ്ങൾ എന്നായി പറയുന്നേ? ഞങ്ങളെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതാ. എത്ര തവണ ഉറപ്പിച്ച് കഴിഞ്ഞതാ, അവൻ സമ്മതിക്കാതെ. എന്ത കല്യാണം നടക്കവേ മാട്ടെ. കല്യാണം? ആമാ. നിങ്ങൾ പാലക്കാട്ടുനിന്ന് കൃഷ്ണയ്യർ സ്വാമി പറഞ്ഞിട്ട് വന്ന ആളല്ലേ? ഏയ്, ഞാൻ നിങ്ങളുടെ ചുണങ്ങം വേലയിൽ വിൽക്കാനിട്ടിരിക്കുന്ന വസ്തുവിന്റെ കാര്യം പറയാൻ വന്നതാ. അപ്പച്ചൻ ദുബായിലേക്ക് മടങ്ങി പോകുന്നതിന് മുമ്പ് ഇടപാട് നടത്തണം. അപ്പച്ചനോ? അപ്പച്ചന്റെ പേരെന്താ? ജോർജ് ജോസഫ്. ഞാൻ ബാബു ജോർജ്. അപ്പോ നെറ്റിയിലെ ഈ ചന്ദനക്കുറി? ഇതോ? അത് ഡോക്ടർ മേനോന്റെ മകളുടെ മാരേജിന് പോയിട്ട് വരുന്ന വഴിയാ. പഴനി ആണ്ടവാ, ചതിച്ചോ? നെറ്റിയിൽ ഈ ചന്ദനക്കുറി കണ്ടപ്പോ കല്യാണകൃഷ്ണന് കല്യാണം ആലോചിച്ച് വന്ന ആളാണെന്ന് കരുതി. പടത്തിന് മുകളിലൂടെ പറക്കുന്ന കാക്കക്ക് പോലും പൂണൂലുണ്ടോന്ന് നോക്കുന്ന ആൾക്കാരാ ഇവിടെ ഉള്ളവര്. അന്യജാതിക്കാരെ ഈ മഠത്തിന് മുറ്റത്ത് പോലും കേറ്റാറില്ല. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് താഴ്ന്ന് പുറത്തേക്ക് ഇറങ്ങി കൊലപാതകം നടക്കുന്ന താളന്ന് ഇറങ്ങിയ. മത്സ്യമാംസാദികൾ കഴിക്കുന്നവരെ മടത്തുക്കുള്ളിൽ ഏറ്റാ കടവുളെ ഇങ്ങനെ എന്നെ കൊണ്ട് അടക്കപ്പോകും. കൊണ്ടു പോട്ടിട്ട് ത്രിമൂർത്തികൾ വാഴുന്ന മച്ചിന് കീഴെ മത്സ്യമാംസാദികൾ ചാപ്പിടുന്നവരെ പിടിച്ചിരുത്തിയോടാ. ശരിയാ, അവിടെ കെട്ടുപോകറത്തേക്ക് ഇനി എന്നെ വേണമടാ. അറിവ് കേട്ടവൻ. മഠത്തിൽ ഒരാൾ വന്നിരിക്കുന്നു മണിയൻ சொன்னപ്പോ പെൺവീട്ടുകാരായിരിക്കും ഞാൻ കരുതി. சொன்ன உடனே உள்ள കയറ്റിയിരുത്തി സൽക്കരിക്കണമാ. വെട്ടി വാഴയ്ക്ക് വളവിടണം. അവനോട് പേശിട്ട് പ്രയോജനമില്ല. ശീഘ്രം പുണ്യാഹം തളിച്ച് വീട് ശുദ്ധി വരുത്താൻ നോക്കും. പുണ്യാഹം തളിച്ച് ഒരു പ്രയോജനമില്ലേ. കളഭ ശുദ്ധി വരുത്തണം. അതും 41 നാൾ പൂജ പണ്ണ കളഭത്താളതാ വേണം. ശിവ ശിവ. പാലക്കാട്ടിൽ നിന്ന് വന്നേരെ എന്നാ ചൊല്ലിട്ട് പോയി? അവർക്ക് തിരുമണത്തിന് സമ്മതമാ. നമ്മ മടം ഇടുവൊക്കെ വളരെ ഇഷ്ടായി. നടന്നു കിട്ടിയാൽ നല്ലതാക്കും. അതിന് കല്യാണകൃഷ്ണൻ സമ്മതിക്കണ്ടേ? അപ്പൊ അന്ത കല്യാണം ഫിക്സ് ആച്ചാ? അണ്ണനായ ഞാൻ നിൽക്കുമ്പോ തമ്പിയായ അവന്റെ കല്യാണം നടത്താമോ? നിനക്ക് ആര് പെണ്ണ് തരാനാ? പഠിപ്പില്ല, കുളിയില്ല, ജപമില്ല. കാണിക്കുന്നതോ മുഴുവൻ മണ്ടത്തരങ്ങൾ. சம்புலானே பிரம்மச்சாரியா இருந்து கோயில் காரியங்களை எல்லாம் பாத்துக்கிறான். இவன் காலத்துக்கு அப்புறம் யார் இருக்கா? நீ பிரம்மச்சாரியா இருந்து கோயில் காரியங்களை எல்லாம் பாத்துக்கோ. ஆமா, அதுதான் சரி. ചൊന്നത് കേട്ടാ പോതും. നീ തൃശ്ശൂർ പോയി കല്യാണകൃഷ്ണനെ പാർത്ത് അർജന്റ് മടത്തേക്ക് വരെ ചൊല്ലേ. വേണമെങ്കിൽ മണിയെ കൂട്ടിക്കോ. അഴകാണ് ഒരു പെണ്ണിനെ കല്യാണം ചെയ്ത് സുഖമായി ജീവിക്കുന്ന ആശെല്ലാം പോച്ച്. കഴിഞ്ഞു എല്ലാം തകിടം അറിയാൻ ഇനി അധിക സമയം വേണ്ട.
എന്റെ ബ്രദർ അനന്തരാമൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ബ്രദർ വരുന്നതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? സരള വളരെ സരളമായി സംസാരിക്കുന്നു. എന്റെ ടെൻഷൻ എനിക്കല്ലേ അറിയൂ. ഇതിനെന്തിനാ ടെൻഷൻ? എനിക്ക് കല്യാണമേ ആലോചിക്കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ തവണ മഠത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടത്. എന്താണ് കോലേഷ, വീട്ടുകാരെന്റെ കല്യാണം നിശ്ചയിച്ചു. ബാങ്കിലേക്ക് ഇപ്പൊ മലയാളം വിളിച്ചു പറഞ്ഞു. വിവരങ്ങളൊക്കെ പറയാൻ ഇളയണ്ണൻ അനന്തരാമനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഞാനിപ്പോ എന്ത് ചെയ്യൂടാ? ആണുങ്ങളായ നട്ടല് വേണം. നിങ്ങൾ പ്രേമിച്ച് കിടന്നപ്പം ഹംസത്തിന്റെ പണി ചെയ്തവൻ ഞാൻ. നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തപ്പം ഒന്നാം സാക്ഷിയായി ഒപ്പിട്ടത് ഞാൻ. ബാക്കിയുള്ളവരെ വിഷമം നിങ്ങൾക്ക് അറിയണ്ടല്ലോ. കാര്യം അങ്ങ് തുറന്നു പറഞ്ഞാലോ? നന്നായിരിക്കും. അന്യജാതിക്കാരെ മഠത്തിന്റെ കോമ്പൗണ്ടിൽ പോലും കേട്ടാത്തവരെ അവിടെ ഉള്ളവര്. ആ നിലയ്ക്ക് ഞാനൊരു ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടിയെന്നറിഞ്ഞാൽ എന്റെ തല കാണില്ല. ബ്രദർ ആളെങ്ങനെയാ? കഞ്ഞിയാ, പരമ കഞ്ഞി. എന്നെ എങ്ങനെയൊക്കെ പാര വെക്കാവുന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക അവൻ. തമ്പി ഇവിടെ ആരുമില്ലേ? എന്റെ ഭഗവാനെ, അവരിങ്ങെത്തി. ഈ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ പ്ലാനിംഗ് ഒന്നും സമയമില്ല. ഗോപാലകൃഷ്ണ, സരളെ, എന്നെ സഹായിക്കാനുള്ള ശക്തിയും ബുദ്ധിയും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഒന്ന് മാറിക്കേ. നിർത്ത് നിർത്ത് നിർത്ത്. ബെല്ലടിച്ച് നാട്ടുകാരെ കൂട്ടണ്ട. ഞാനിവിടെ ഉണ്ട്. അതിന് നീ എന്തിനാ ബാങ്കിൽ ഓടിപ്പോന്നത്? ഞാൻ വരുന്ന വിവരം വല്യണ്ണ ഫോൺ ചെയ്ത് ചൊല്ലില്ല. ചൊല്ലി ചൊല്ലി എല്ലാം ചൊല്ലി ചൊല്ലി എന്റെ ടെൻഷനില്ല ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോകുന്നു. സ്വാമി ഇത്ര ചെറുപ്പത്തിലെ പെൻഷനായോ? പെൻഷൻ അല്ലല്ലോ, ടെൻഷൻ. അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് തിരുമണം വേണ്ടാന്ന് എത്ര തവണ പറഞ്ഞതാ. കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കില്ല. എന്തിനൊരു പെണ്ണിന്റെ കണ്ണീരൂടി കാണണം. പെൻഷൻ ആയതിനു ശേഷം നിത്യബ്രഹ്മചാരിയായി കാശിയിൽ പോയി തപസ്സിരിക്കണമെന്നാണ് എന്നോട് ആശ. എനിക്ക് മാരേജേ വേണ്ട. ഗുഡ്, വെരി ഗുഡ്. തമ്പി, അണ്ണൻ കല്യാണം കഴിക്കാതിരിക്കുമ്പോ തമ്പിയുടെ മാരേജ് നടക്കக்கூടാതെ, അത് പറയാനാ ഞാൻ വന്നത്. കല്യാണകൃഷ്ണ സ്വാമി ഉപദേശിച്ച് എങ്ങനെയെങ്കിലും കല്യാണത്തിന് സമ്മതിപ്പിക്കാനാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് കാലു മാറുന്നു. അണ്ണൻ കല്യാണം കഴിക്കാതിരിക്കുമ്പോ അനിയന്റെ കെട്ട് കിടന്നാൽ അണ്ണനായ എനിക്ക് എന്തെങ്കിലും ബലഹീനത ഉണ്ടെന്ന് നാട്ടുകാർ കരുതും. അത് സത്യം. അതിനാലെ എന്റെ കല്യാണം നടക്കാതിരിക്കാൻ അണ്ണൻ എനിക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്യണം. നീ കഥക് തുറക്ക്, വീടൊക്കെ ഒന്ന് കാണട്ടെ. അത് വേണോ? അതെന്താ? അല്ല, നമുക്ക് പുറത്തു പോയി ആഹാരം കഴിച്ചിട്ട് തിരിച്ചു വരാം. വീടൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് പുറത്തു പോയി ആഹാരം കഴിക്കാം. ഒന്ന് തുറന്നു കൊടു സ്വാമി, ഞാനും ഒന്ന് കാണട്ടെ. നിന്നെ കേട്ടില്ല. അതിന് സ്വാമിയാര് വേണമല്ലോ. ഞാൻ സ്വാമിയാർ മഠത്തിൽ ജനിച്ചതല്ലേ. മഠത്തിന്റെ ആചാരങ്ങളൊക്കെ ഞാൻ തെറ്റിക്കില്ല. അന്യജാതിക്കാരനെ വീട്ടിനകത്തോട്ട് കയറ്റുന്ന പ്രശ്നമേ ഇല്ല. അത് കറക്റ്റ്. മണിയാ, നീ അവിടെ നില്ലേ. തുറക്ക് തുറക്ക്. എന്നടാ പൈത്യം മാതിരി? ഏയ്, ഇത് ഇവിടുത്തെ ഒരു സ്റ്റൈലാ. ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ മുറിയാ. ഞങ്ങൾ വാടക ഷെയർ ചെയ്താണ് ഇവിടെ കഴിയുന്നത്. அப்படியா? எங்க உள்ள கேற வேண்டாம். கிச்சன் எங்கே? நல்ல பசி. കണ്ടവാ. நீ ஒண்ணுமே இல்லையா? தோசை. நீ பெரிய சமையல்காரனாய் போயല്ലോ. தோசை பிரபாதம். சட்னி இருக்கா? ഇருக்கு, നിറയെ ഇருக்கு. നല്ല സാപ്പിട്. ഞാൻ എന്ത് വേണേലും തരാം. ബട്ട് അണ്ണാ, നീ എന്നെ സഹായിക്കണം. അതിനു മുമ്പ് നീ എന്നെ ഒന്ന് സഹായിക്കണം. നീ കല്യാണം കഴിച്ചാ പിന്നെ എന്റെ കല്യാണം നടക്കാതെ നിത്യബ്രഹ്മചാരിയായി എന്നെ പൂജാരിയാക്കാൻ അണ്ണന്മാരുടെ പ്ലാൻ. കല്യാണം കഴിച്ചിട്ട് എനിക്ക് അമേരിക്ക പോണോടാ. അതിന് അമേരിക്കയിൽ ഉതുപ്പി ഹോട്ടലൊന്നും ഇല്ലല്ലോ പ്ലേറ്റ് കഴുകാനായിട്ട്. നിവേദ്യ പാത്രങ്ങൾ കഴുകാനല്ലാതെ അണ്ണന് പൂജാവിധികൾ വല്ലതും അറിയൂ? കളിയാക്കാതെ. എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് ഞാൻ ശങ്കരണ്ണന് കത്തെഴുതിയിട്ടുണ്ട്. അപ്പടിയാ? ശങ്കരണ്ണന് ശനിദശ തുടങ്ങാറായെന്ന് അസ്ട്രോളജർ രാമയ്യ പറഞ്ഞത് എത്രയോ ശരി. എന്താ? ഒന്നുമില്ല. അമേരിക്കയിൽ നിന്ന് തിരിച്ച് ഞാനൊരു വരവ് വരും. അപ്പോഴും നീ ബാങ്കിൽ വല്ലോന്റെയും പണം എണ്ണി ഇരിക്കും. അതേ ബാങ്കിൽ 10,000 ഡോളർ ഇടാൻ ഞാൻ വരുമെന്ന് ഞെട്ടരുത്. അണ്ണനെ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ശങ്കരണ്ണനെ ഞാനും എഴുതാം. തൽക്കാലം ഇവിടുന്ന് ശീഘ്രം പോ. അതെന്താ? എന്റെ കൂടെ താമസിക്കുന്നവൻ ആളൊരു ഭ്രാന്തനാ. താടി വെച്ച് ആരെ കണ്ടാലും അവൻ ഒലക്കെടുത്ത് തലക്കടിക്കും. പാവം അവന്റെ അച്ഛൻ ശബരിമലയ്ക്ക് മാലയിട്ട് താടി വളർത്തിയപ്പം ഒലക്കെടുത്ത് തലക്കടിച്ച് കൊന്ന്. മെന്റലായതുകൊണ്ട് കോടതി അവനെ വെറുതെ വിട്ടു. അപ്പടിയാ? ആ, അണ്ണൻ വേഗം സ്ഥലം വിട്. അവൻ ദോശ തിന്നാൻ വരാൻ സമയമായി. കടവുളേ, എടാ നീ എനിക്കൊരു വാക്ക് തരണം. ഒരിക്കലും നീ കല്യാണം കഴിക്കില്ലെന്ന്. ഇനി ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. ആരാ? കല്യാണകൃഷ്ണ സ്വാമിയെ കാണാൻ വന്നതാ. ബാങ്കിൽ വിളിച്ചപ്പോ ഇങ്ങോട്ട് പോന്നുന്നാണല്ലോ പറഞ്ഞത്. ആ, വാതില് തുറന്നെടുക്കല്ലേ. പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ടാവും. അതുണ്ടോ നോക്കട്ടെ. അല്ല, കുട്ടിയേതാ? ഞാൻ മിസ്സസ് കല്യാണകൃഷ്ണൻ. മിസ്സസ് കല്യാണകൃഷ്ണൻ?
കല്യാണം കഴിക്കാത്ത കല്യാണകൃഷ്ണൻ മിസിസോ? നീ ആശുപത്രി ഓടി പോന്നോ? ആശുപത്രിന്നോ? ആ ആശുപത്രിന്ന് നീ ഇന്ന് മരുന്ന് കഴിച്ചില്ലേ? മരുന്നോ? ഗോപാലകൃഷ്ണന് എന്താ പറ്റിയേ? ബാബാ നമുക്ക് മുകളിലേക്ക് പോവാം. ദേ വാതിൽ തുറന്നെടുക്കുന്ന കണ്ടില്ലേ? പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. ചോറ് വളമ്പി കൊടുക്കട്ടെ. ദേ ഈ ഗോപാലകൃഷ്ണന്റെ തലയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നോടെ മരുന്ന് കഴിച്ചോന്ന്. അതെ, നീ എന്താ മരുന്ന് കഴിക്കാഞ്ഞത്? ഭ്രാന്താശുപത്രി ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയെന്ന് പത്രത്തിൽ വായിച്ചപ്പോഴേ ഞാൻ കരുതിയതാ കുറെ എണ്ണം അവിടുന്ന് ചാടി പോകുന്നു. ഗോപാലകൃഷ്ണ, പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ പിടിച്ചോണ്ട് പോകും. പിടിച്ചോണ്ട് പോകും. മരുന്ന് കൊടു. ആരാത്? മോളിലത്തെ ഗോപാലകൃഷ്ണന്റെ അനിയത്തിയാ, തലയ്ക്ക് ലൂസാ. എന്നിട്ട് അവൾ കല്യാണ സ്വാമിയുടെ മിസ്സസ് ആണെന്ന് പറഞ്ഞു. ഓ, ഇന്ന് എന്റെ പേരാണോ പറഞ്ഞത്? ആ. ഓരോ ദിവസം ഓരോരുത്തരുടെ പേര് പറയും. അവൾ അങ്ങനെയാ. ഒരു പ്രേമം തകർന്ന ഷോക്കിൽ നിന്നുണ്ടായ വട്ട. ആരെ കണ്ടാലും ഭർത്താവാണെന്ന് പറയും. കഷ്ടം. അത് കൊള്ളാലോ. എന്നിട്ട് അവൾ എന്റെ പേര് പറഞ്ഞില്ലല്ലോ. പറയും. അയ്യോ മണിയാ. ഓ, മണിയാ. അയ്യോ, അത് വട്ടായോ? അയ്യോ അയ്യോ അനിയനും ചേട്ടനും വട്ടായോ? വട്ട് പകർച്ചവ്യാധിയാണോ? എനിക്കും പകരുമോ? അയ്യോ പറ, അണ്ണാ, ഇവളാരാത്? മുരുക, ഇതിലെന്തോ കളിയുണ്ട്. ഞാൻ പറയാം, എല്ലാം പറയാം. വേണ്ട, നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പൊ തന്നെ ഞാൻ മടുത്തിപ്പോ എല്ലാരോടും പറയും. അയ്യോ, അനന്തണ്ണാ, അണ്ണാ, ഞാൻ പറയാം. ഒരു ബ്രഹ്മചാരിയല്ലേ? അണ്ണാ, പോകരുത്. അണ്ണാ, ഐ, പിടിച്ചോ. അനന്തണ്ണാ, നിക്ക്. ഞാൻ പറയുന്നത് കേക്ക്. നീ പറയുന്നത് കേൾക്കാൻ നിൽക്കണ പ്രശ്നമില്ല. നീ എന്നെ ചളിച്ചേരി ഫോട്ടോ വെച്ചൊരു കളിയാ കളിക്കും. ഒരാള് പിടി, ഒരാള് കളി. മണ്ണിന് നടങ്ങ്. ഞാൻ എല്ലാം പറയാം. പ്ലീസ് അണ്ണാ, ചതിക്കരുത്. വിട്. കല്യാണം കഴിക്കാതെ ബ്രഹ്മചാരിയാണോ എന്ന് പറഞ്ഞു നടന്ന കള്ള ഞാൻ ഇത് പഠിപ്പിച്ചെന്ന് പറയും. അനന്തണ്ണാ, കാള പറ്റൂന്ന് കേട്ടപ്പോ കയറെടുക്കാതെ അനന്തസ്വാമി. കല്യാണ സ്വാമി കാര്യം പറയട്ടെ. എനിക്ക് ഇത്രയും മതി. ഇവൻ പെണ്ണ് കെട്ടി എന്നെ ചതിച്ചു. ഇവൻ കെട്ടിയ പിന്നെ എന്റെ കല്യാണം നടക്കില്ല. നിത്യ ബ്രഹ്മചാരിയായ ഞാൻ പിന്നെ പൂജാരി ആകേണ്ടി വരും. ഇത് ഞാൻ കലക്കും. അനന്തണ്ണാ, മണിയാ, ഞാനിനി എന്ത് ചെയ്യൂടാ? സത്യം പറ, സ്വാമി കല്യാണം കഴിച്ചോ? അങ്ങനെ പറ്റിപ്പോയി. പെണ്ണെവിടത്തിയാ? ഇവിടെ അടുത്തുള്ള ബ്രാഹ്മണ സമൂഹം വക അനാഥാലയത്തിലെ ഒരു അനാഥ കുട്ടിയാ. അയ്യോ, അനാഥയോ? സ്വാമിയുടെ സമയം വളരെ മോശം. മഠത്തിൽ ആരും ഇത് അറിയണ്ട. മണിയാ, നീ എന്നെ രക്ഷിക്കണം. നടുക്കടലിൽ ചെന്ന് നിന്നിട്ട് രക്ഷിക്കും മണിയാന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? ഞാനും മുങ്ങി ചാവില്ലേ? നിനക്കല്ലാതെ ഈ സാഹചര്യത്തിൽ വേറെ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല. ശരി, സമ്മതിച്ചു. പക്ഷെ ഞാനും ഭാഗ്യലക്ഷ്മിയുമായുള്ള സ്നേഹബന്ധം പൂവണിയാൻ സ്വാമി വളവിടണം. പുര കത്തുമ്പം വാഴ വെട്ടരുത് മണിയാ. വളമല്ല, ഒരു ലോറി ചാണകം ഞാൻ ഇറക്കി തരാം. പോരെ, നീ എന്നെ ഒന്ന് സഹായിക്കണം.